സോ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗറും അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫസ്റ്റ് പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോൾവ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അതിനുശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതിലോട്ട് വരാവുള്ളൂ. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ കൂടുതൽ ടൈം എടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് വരാനായിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞത് ഈ പ്രോബ്ലം പറയുമ്പോൾ ഡയറക്റ്റ്ലി പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണെന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം കാണണം. സോ ആ നെക്സ്റ്റ് ഇതിന് മുമ്പുള്ള ആ വീഡിയോ നിങ്ങൾ കാണുക. ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വീഡിയോ കാണുക. അതിനുശേഷം മാത്രം ഈ പ്രോബ്ലത്തിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലമാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം. സോ പ്രോബ്ലം നമ്പർ 2 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് പ്രോബ്ലം നമ്പർ 2. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ ലൈൻ പി ക്യു ഓഫ് 60 mm ലോങ് ഹാസ് ഇറ്റ്സ് എൻഡ് പി 20 mm above HP and 30 mm in front of VP. If the line is inclined at 30 degree to HP and 45 degree to VP, draw its projection and mark its traces. So ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറയുന്നുണ്ട്, അതിൻ്റെ ട്രേസസ് വരയ്ക്കാൻ പറയുന്നുണ്ട്, ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻറ്റ് ലെങ്ത് ആൻഡ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എ ലൈൻ പി ക്യു ഓഫ് ലെങ്ത് 60 mm, വൺ എൻഡ് അതായത് പോയിൻറ്റ് പി ഈസ് 20 mm above HP and 30 mm in front of VP. Then line is inclined at 30 degree to HP and 45 degree to VP. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനകത്ത് നിന്ന് ഗിവൺ ഡേറ്റാസുകൾ എടുത്തെഴുതാൻ പോവുകയാണ്. അപ്പോൾ സൈഡിലായിട്ട് ഞാൻ എഴുതുന്നു. ഫസ്റ്റ് ലൈനിൻ്റെ പേര്. അപ്പോൾ ലൈനിൻ്റെ പേര് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലൈനിൻ്റെ പേര് പി ക്യു എന്നാണ്. സോ ലൈനിൻ്റെ പേര് പി ക്യു എന്നാണ് ലൈനിൻ്റെ പേര്. ഇനി നമുക്ക് തന്നേക്കുന്നത് ഫസ്റ്റ് തന്നേക്കുന്നത് ലൈൻ പി ക്യു ഓഫ് ലെങ്ത്ത് 60 mm എന്നാണ് തന്നേക്കുന്നത്. സോ ലൈൻ പി ക്യു ഓഫ് ലെങ്ത് 60 mm. സോ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ട്രൂ ലെങ്ത് ഈക്വൽ ടു 60 mm എന്ന് വന്ന് നമുക്ക് ട്രൂ ലെങ്ത് ഗിവൺ ആണ്. ഈ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ തന്നേക്കുന്നത് നോക്കി. ട്രൂ ലെങ്ത് ഈക്വൽ ടു 60. ദെൻ പോയിൻറ്റ് പി ഈസ് 20 mm എബോവ് HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ അടുത്ത നമുക്ക് തന്നേക്കുന്നത് പോയിൻറ്റ് പിയുടെ പൊസിഷൻ. പോയിൻറ്റ് പിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 20 mm എബോവ് HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇതാണ് പോയിൻറ്റ് പിയുടെ പൊസിഷൻ. ദെൻ തന്നേക്കുന്നത് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree to HP and 45 degree to VP. So inclination with HP that is equal to theta, that is equal to 30 degree എന്നാണ്. Then inclination with the VP that is equal to 5 and that is equal to 45 degree. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ പി ഡാഷ് ക്യൂ ഡാഷ് പി ക്യൂ. സോ പി ഡാഷ് ക്യൂ ഡാഷ് ഫ്രണ്ട് വ്യൂ, പി ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ദെൻ നമ്മളോട് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻറ്റ് ലെങ്ത് ആൻഡ് ഇൻക്ലിനേഷൻസ്. സോ അപ്പാരൻറ്റ് ലെങ്തും അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അതായത് പി ക്യൂവിൻ്റെ ലെങ്ത്, പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് നമുക്കറിയാം. അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് പറഞ്ഞാൽ അത് ഇതായിരുന്നു. നമ്മുടെ ആൽഫയാണ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് HP, അതുപോലെ ബീറ്റയാണ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് VP. സോ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കുക, അപ്പാരൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും ലെങ്ത് ആണ്. ഇവിടെ നമ്മൾ AB ആണ് യൂസ് ചെയ്തത്, ഇവിടെ അത് PQ ആണെന്നേ ഉള്ളൂ. ലെങ്ത് കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ മാർക്ക് ഇറ്റ്സ് ട്രേസസ്. അപ്പോൾ ട്രേസസ് കൂടെ മാർക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും നമുക്ക് മാർക്ക് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. സോ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, XY ലൈൻ വരച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് XY. അപ്പോൾ XY ലൈൻ ഞാൻ ആദ്യം വരയ്ക്കുന്നു. സോ XY ലൈൻ. സോ XY ലൈൻ വരച്ചു. XY ലൈൻ ഞാൻ ഇച്ചിരി ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്, കാരണം നമുക്ക് ട്രേസസ് വരയ്ക്കണം. സോ XY ലൈൻ ഫസ്റ്റ് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? XY ലൈൻ വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ഇവിടെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ്
പി ആണ്. സോ പോയിന്റ് പി പ്ലോട്ട് ചെയ്യുക. ഈ ട്രൂ നോക്കി ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു, പോയിന്റ് എ ആയിരുന്നു ഇവിടെ ഫിക്സഡ് പോയിന്റ്, ഇവിടെ പോയിന്റ് പി ആണ്. അപ്പോൾ നമുക്ക് പി തന്നിട്ടുണ്ട്. സോ പി പ്ലോട്ട് ചെയ്യാം. സോ പിയുടെ പ്രൊജക്റ്റൽ ലൈൻ വരയ്ക്കാം. സോ പിയുടെ പ്രൊജക്റ്റൽ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേസസ് കൂടെ വരയ്ക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ട്രേസ് വരുന്നേ ഉള്ള ഒരു അസംഷനിൽ ആ രീതിയിൽ നമുക്ക് ആ ട്രേസ് കൂടെ വരയ്ക്കാനായിട്ടുള്ള സ്പേസ് വേണം. സോ അതുകൊണ്ട് ഞാൻ പ്രൊജക്റ്റൽ എക്സ്ട്രീം ലെഫ്റ്റിലല്ല, ഏകദേശം ഇങ്ങോട്ട് മാറ്റിയാണ് ഞാൻ പ്രൊജക്റ്റൽ ലൈൻ വരയ്ക്കുന്നത്. കാരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ട്രേസസ് കൂടെ മാർക്ക് ചെയ്യണം. സോ ട്രേസസ് കൂടെ മാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ആ പ്രൊജക്റ്റൽ ലൈൻ ഏകദേശം ഇവിടെയായിട്ട് വരയ്ക്കുന്നു. സോ പ്രൊജക്റ്റൽ ലൈൻ ലൈറ്റ് ലൈൻസ് ആയിരിക്കണം എപ്പോഴും. പ്രൊജക്റ്റൽ ലൈൻ എന്ന് പറയുന്നത് ലൈറ്റ് ലൈൻസ് ആയിരിക്കണം. ഞാൻ അതിൽ മാർക്ക് ചെയ്യാൻ പോവാണ് പോയിന്റ് പി 20 mm എബോവ് HP 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ എബോവ് HP നമുക്ക് പി ഡാഷ് മാർക്ക് ചെയ്യാനാണ്, വി പി ആയിട്ടുള്ള വാല്യൂ സ്മോൾ ലെറ്റർ പി ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. 20 mm എബോവ് HP എന്ന് പറയുമ്പോൾ എബോവ് എക്സ് വൈ ലൈൻ, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എപ്പോഴും ബിലോ എക്സ് വൈ ലൈൻ ആണ്. 30 mm ബിലോ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യാം. സോ എക്സ് വൈ ലൈനിൽ നിന്ന് നേരെ മുകളിലോട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് നേരെ മേലോട്ട് 20, ദെൻ എക്സ് ലൈൻ മേലെ താഴോട്ട് 30. സോ നമുക്ക് രണ്ട് പോയിന്റ്സുകൾ കിട്ടി. These points are, this is point P dash and this is point P. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സുകളായല്ലോ, രണ്ട് പോയിന്റ്സുകൾ കിട്ടി. രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇപ്പോഴും രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലോക്കസ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലോക്കസ് ലൈൻ വരയ്ക്കുക. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ലോക്കസ് ലൈൻ വരയ്ക്കാൻ പോകും. സോ ലോക്കസ് ലൈൻ എക്സ് വൈ ലൈനിന് പാരലായിട്ടാണ് നമ്മുടെ ലോക്കസ് ലൈൻ വരയ്ക്കേണ്ടത്. എക്സ് വൈ ലൈൻ. സോ എക്സ് വൈ ലൈനിന് പാരലായിട്ട്. അപ്പോൾ നമുക്ക് റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് പാരൽ ലൈൻസുകൾ വരയ്ക്കാനായിട്ട് അല്ലേ. എക്സ് വൈ ലൈനിൻ്റെ പാരൽ. അപ്പോൾ എക്സ് വൈ ലൈനെ വെക്കുക, വെറുതെ റോൾ ചെയ്താൽ മതി. പിയിലോട്ട് വെച്ച് നമുക്ക് പാരൽ ലൈൻ പെട്ടെന്ന് തന്നെ നമുക്ക് പാരൽ ലൈൻ വെച്ച് വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ ലോക്കസ് ലൈൻ വരച്ചു. അടുത്തത് പി ഡാഷിലും അടുത്തത് പിയിലും. സോ പി ഡാഷിലും പിയിലും ഞാൻ ലോക്കസ് ലൈനുകൾ വരച്ചു. സോ ലോക്കസ് ലൈനിന് പേര് കൊടുക്കുക. ഇത് ലോക്കസ് ലൈനാണ്. പി ഡാഷിൽ കൂടെ പാസ് ചെയ്യുന്ന പോകുന്നത് ലോക്കസ് ലൈൻ. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് അല്ലേ, ലോക്കസ് ഓഫ് പി ഡാഷ്. അതുപോലെ ഇത് ലോക്കസ് ഓഫ് പി. സോ രണ്ട് ലോക്കസ് ലൈനുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫിക്സഡ് പോയിന്റ് കിട്ടി. നോക്കിയാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഫിക്സഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ബേസ് ഫിഗറിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ചത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പിയും ട്രൂ ലെങ്തും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ വരയ്ക്കാം അല്ലേ. ബിയുടെ ഫസ്റ്റ് പോയിന്റ് B1 ഡാഷിലോട്ടുള്ള ലൈൻ വരയ്ക്കാം. ഇവിടെ ബി മാറി പകരം എന്താണ്? ക്യൂ ആണ്. അപ്പോൾ Q1 ഡാഷിലോട്ടുള്ള ലൈൻ വേണം നമ്മളോട് വരയ്ക്കാൻ. അതെങ്ങനെ വരയ്ക്കും? ട്രൂ ഇൻക്ലിനേഷനും ട്രൂ ലെങ്തും ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൻ്റെ ഫസ്റ്റ് പോയിന്റ് കിട്ടും. സോ ഫസ്റ്റ് പോയിന്റിലോട്ടുള്ള പൊസിഷൻ. സോ നമുക്കറിയാം ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ നമുക്ക് ഗിവൺ ആണ്. എത്രയാണ്? 30 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. 30 ഡിഗ്രി 30. സോ ഞാൻ 30 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാണ്. സോ 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. സോ പി ഡാഷിൽ പ്ലേസ് ചെയ്യുക, പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. ദെൻ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി is equal to 30 degree. സോ 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യുക? അവിടെ നമ്മൾ നമ്മുടെ ലൈൻ വരയ്ക്കാം. സോ ആ ലൈനിൽ ട്രൂ ലെന്ത് ആണ് എടുക്കുന്നത്. ട്രൂ ലെന്ത് നമുക്കറിയാം 60 ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കുമ്പോഴേ ആ 60 അതിനകത്തിൽ മാർക്ക് ചെയ്യാം. 60 വരെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കുമ്പോഴേ ചെയ്യാൻ പറ്റും. Okay. So this angle is 30 degree. ഈ ആംഗിളാണ് നമ്മുടെ 30 ഡിഗ്രി. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി 30 ഡിഗ്രി. ഇവിടെ നമ്മൾ ട്രൂ ലെങ്ത് എടുത്തു. സോ ട്രൂ ലെങ്ത് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ക്യൂവിൻ്റെ ഫസ്റ്റ് പോയിന്റ് പി ക്യൂ ആണ്. സോ ക്യൂവിൻ്റെ ഫസ്റ്റ് പോയിന്റ് Q1 ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് Q1 സോ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലോക്കസ് ലൈൻ വരയ്ക്കണം. സോ ഇവിടെ നമ്മൾ ലോക്കസ് ലൈൻ വരയ്ക്കാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. സോ ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് Q'. ഈ ലൈനിൽ എവിടെയാണ് നമ്മുടെ Q' വരുന്നതെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമുക്ക് അൺവാണ്ടഡ് ലൈൻസുകൾ റേസ് ചെയ്ത് കളയും. ഈ പ്രൊജക്ട് ലൈൻ ഇവിടെ വരെ മതി. ഓക്കെ. സോ Q1' കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Q1' നിന്ന് ഫിക്സഡ് പോയിന്റ് നെക്സ്റ്റ് വ്യൂവിലെ ഫിക്സഡ് പോയിന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ നമ്മൾ പഠിച്ചേക്കുന്ന Q1' നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ലോക്കസ് ഓഫ് P വരെയാണ്. സോ ലോക്കസ് ഓഫ് P വരെ എക്സ്റ്റെൻഡ് നോക്കി എങ്ങനെയല്ലേ? P1' നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നെക്സ്റ്റ് വ്യൂവിലെ ഫിക്സഡ് പോയിന്റ് ഇവിടെ A ആയിരുന്നു ഫിക്സഡ് പോയിന്റ്. സോ ലോക്കസ് ഓഫ് A വരെ. ഇവിടെ നമുക്ക് P ആണ് ഫിക്സഡ് പോയിന്റ്. ലോക്കസ് ഓഫ് P വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്കിവിടെ പോയിന്റ് കിട്ടി. Q1' ടോപ്പ് വ്യൂ കിട്ടി. ഇറ്റ് ഈസ് നോൺ ആസ് Q1. സോ അത് നമ്മൾ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് എന്തുണ്ട്? ഇൻക്ലിനേഷൻ വിത്ത് VP നോക്കിയേ. 5 ഉണ്ട്. ഇൻക്ലിനേഷൻ വിത്ത് VP 5 ഉണ്ട്. ട്രൂ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ അടുത്ത പോയിന്റ് B2 കിട്ടും. ഇവിടെ നമുക്ക് Q ആണ്. സോ Qൻ്റെ അടുത്ത പോയിന്റ് Q2 കിട്ടാനായിട്ട് ഇൻക്ലിനേഷൻ വിത്ത് VP 5 നമുക്ക് ഇത് കണ്ടിട്ടുണ്ട്. എത്രയാണ്? 45 ആണ് നമ്മുടെ 5 എന്ന് പറയുന്നത്. സോ 45 മെഷർ ചെയ്യുന്നു. 45 ഡിഗ്രി. സോ പിയിൽ വെക്കുക. 45 മെഷർ ചെയ്യുക. ദെൻ ലെങ്ത് എടുക്കുക 60. ഓക്കെ. സോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് 45 ഇൻക്ലിനേഷൻ വിത്ത് VP 45 ഡിഗ്രി എടുത്തു. അവിടെയും നമ്മൾ ട്രൂ ലെങ്ത് എടുത്തു. സോ ട്രൂ ലെങ്ത് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയുടെ അടുത്ത പോയിന്റ് കിട്ടി. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ബി അല്ല ക്യൂവിൻ്റെ നെക്സ്റ്റ് പോയിന്റ് ദിസ് ഈസ് നോൺ ആസ് Q2. അപ്പം നോക്കിയേ, ഇവിടെ നമ്മുടെ ബേസ് ഫിഗറിൽ B2 എന്ന് പറയുന്നത് ഈ ബിയുടെ അപ്പുറത്താണ് കിട്ടിയത്. കാരണം നമ്മളിവിടെ ആംഗിൾ ചെറുതായിട്ടാണ് എടുത്ത് 5 എന്ന് പറയുന്നത് ചെറിയ ആംഗിളായിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ അപ്പുറത്തായിട്ട് പോയത്. സെയിം ലെങ്ത് തന്നെ ട്രൂ ലെങ്ത് തന്നെ എടുത്തപ്പോഴും. പക്ഷെ ഇവിടെ നോക്കി ഈ ബിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് Q വന്നത്. ഇവിടുന്ന് പ്രൊജക്ട് ലൈൻ പോകുമ്പോൾ ഈ ഡിയുടെ ലെഫ്റ്റില്ല. എന്ന് നോക്കി ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ലോക്കസ് ലൈൻ വരയ്ക്കുക. സോ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. സോ ദിസ് ഈസ് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം അതെന്താണെന്നുള്ളത്. സോ ലോക്കസ് ലൈൻ വരച്ചു ആൻഡ് മാർക്ക് ചെയ്യുന്നു. ഇതെന്താണ്? നമ്മുടെ നാലാമത്തെ ലോക്കസ് ഓഫ് Q. ഇപ്പോൾ P ആയി, P' ആയി, Q' ആയി, Q ആയി. നോക്കിയേ Q2 കിട്ടിക്കഴിഞ്ഞാൽ നോക്കി ഇവിടെ B2 കിട്ടിയാൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ലോക്കസ് ഓഫ് A' വരെ. സോ Q2 കിട്ടിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യണം ലോക്കസ് ഓഫ് P' വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ Q2ൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും. Q2ൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Q2ൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ Q2ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കസ് ഓഫ് P' വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ Q2ൻ്റെ ഫ്രണ്ട് വ്യൂ Q2' കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. നമ്മുടെ ബേസ് ഫിഗറിൽ നോക്കിയാൽ B2 ഇവിടെ ആയിരുന്നു. സോ B2ൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ഈ പ്രോബ്ലത്തിൽ വന്നപ്പോൾ എന്താണ്? അത് ലെഫ്റ്റ് സൈഡിലായിട്ടായി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ 45 ആണ്. ഈ തീറ്റയ്ക്കാൻ കൂടുതലാണ് ഇവിടെ 5 വന്നേക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ റഫ് സ്കെച്ച് വരച്ചപ്പോൾ തീറ്റ ഇച്ചിരി കൂടുതലും 5 എന്ന് പറയുന്ന അതിനൊക്കെയും ചെറിയ വാല്യൂ ആയിട്ട് എടുത്തുകൊണ്ടാണ് അപ്പുറത്ത് പോയത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ പോയിന്റ് കിട്ടിയാൽ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് അത് നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഫിഗറിലും വരയ്ക്കാം. അത് ലെഫ്റ്റോ റൈറ്റോ എവിടെ വേണമെങ്കിലും ആക്കിയോട്ടെ നമ്മുടെ പ്രോസസ്സ് അല്ലെങ്കിൽ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പറയും. ആ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് Q2' കിട്ടി. അപ്പോൾ നമുക്ക് ഈ റേഡിയസ് കിട്ടി. P' Q2' എന്ന് ഇവിടെ റൊട്ടേറ്റ് ചെയ്യേണ്ട റേഡിയസ് കിട്ടി. അതുപോലെ P/Q1 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട റേഡിയസ്, ഈ റേഡിയസ് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടതും ഈ റൊട്ടേറ്റ് ചെയ്യേണ്ടതായ റേഡിയസിൽ കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാം. സോ കോമ്പസ് എടുക്കുക. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. P'
Q2 dash ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, കർവ് വരയ്ക്കുക. ഓക്കെ, കർവ് വരച്ചു. മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഒറിജിനൽ പോയിൻ്റ്. മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഒറിജിനൽ Q dash. സോ Q dash കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. P dash Q dash എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. P dash Q dash ഈസ് ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഡാർക്കായിട്ട് വരയ്ക്കുക നമ്മുടെ ഫ്രണ്ട് വ്യൂ. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടോപ്പ് വ്യൂ കിട്ടാൻ, ക്യൂവിൻ്റെ ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് നമുക്ക് ഓൾറെഡി Q ഡാഷിൻ്റെ ടോപ്പ് വ്യൂ Q, അത് കിട്ടാനായിട്ട് നമുക്ക് ഓൾറെഡി ക്യൂയുടെ ലോക്കസ് ലൈൻ അറിയാം. Q ഡാഷ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ നേരെ താഴെ ആയിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ Q വരുന്നത്. അത് ഈ ലോക്കസ് ലൈനിലോട്ട്. സോ ലോക്കസ് ലൈനിലോട്ട് നേരെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. സോ നോക്കി താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരുമെന്ന്, ഇത് ഇവിടെയാണ് വരേണ്ടത്. ഒന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്താലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. സോ P സെൻറ്റർ ആക്കുന്നു. P മുതൽ Q1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു. നോക്കി ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. സെയിം പോയിന്റിൽ തന്നെ നമുക്ക് പാസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റാണ്. സോ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് Q വരുന്നത്. സോ Q ഡാഷ് Q പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. ലൈറ്റ് ലൈൻസ് നമ്മൾ പ്രൊജക്ടർ ലൈൻ വരച്ച് കാണിക്കുക. Q ഡാഷ് Q പ്രൊജക്ടർ ലൈൻ വരച്ചു. സോ PQ ആണ് നമ്മുടെ ടോപ്പ് വ്യൂ. സോ ടോപ്പ് വ്യൂ ഡാർക്ക് ചെയ്യുക. ടോപ്പ് വ്യൂ PQ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. സോ ടോപ്പ് വ്യൂ ഡാർക്ക് ചെയ്ത് വരച്ചു. സോ ദിസ് ഈസ് അവർ ടോപ്പ് വ്യൂ TV. നമ്മുടെ പ്രൊജക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ ഡ്രോയിസ് പ്രൊജക്ഷൻസ് ആയിരുന്നു. സോ P ഡാഷ് Q ഡാഷ് PQ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ട്രേസസ് വരയ്ക്കണം. ദെൻ ആംഗിൾസ് കാര്യങ്ങളും മെഷർ ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ട്രേസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുന്നതിനുള്ള സ്റ്റെപ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും വരയ്ക്കുന്നതിനുള്ള സ്റ്റെപ്പ് അല്ലേ, ഇങ്ങനെയായിരുന്നു HT വരയ്ക്കുന്നത്. HT വരയ്ക്കാനായിട്ട് ഫസ്റ്റ് A ഡാഷ് B ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈൻ വരെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് H ഡാഷ് എന്ന പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ ഫോർ ഡ്രോയിങ് ഹൊറിസോണ്ടൽ ട്രേസ്. ഞാൻ ഹൊറിസോണ്ടൽ ട്രേസ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, P ഡാഷ് Q ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. P ഡാഷ് Q ഡാഷ് ലൈൻ. സോ P ഡാഷ് Q ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഓർക്കണം, P ഡാഷ് Q ഡാഷ് വേണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഇവിടെ നമ്മൾ A ഡാഷ് B ഡാഷ് എന്ന് പറയുന്നത് AB പോയിന്റ് ആയിട്ട് എടുത്താൽ, അപ്പോൾ ഇവിടെ PQ ആകുമ്പോൾ P ഡാഷ് Q ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് പേര് കൊടുക്കണം. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് പേര് കൊടുക്കുക. ഇറ്റ് ഈസ് H dash. This point is H dash. So draw a vertical line. അല്ലേ, അങ്ങനല്ലേ, XY ലൈന് പേര് കൊടുക്കുക, H ഡാഷ് എന്ന പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ ഈ ലൈനിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ AB എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, PQ, ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ PQ. സോ PQ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ PQ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ ട്രേസ് HT. ഞാൻ കളർ ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ്. നിങ്ങൾ ഡോട്ട് ചെയ്ത് പെൻസിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ ട്രേസ് HT. ഇനി നമുക്ക് വേണ്ടുന്നത് വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കണം. മാർക്ക് ഈസ് ട്രേസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ട്രേസും വരയ്ക്കണം. സോ വെർട്ടിക്കൽ ട്രേസിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. A ഡാഷ് B ഡാഷിന് വരെ AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. XY ലൈൻ വരെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കുന്നു. അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലോട്ട് A ഡാഷ് B ഡാഷ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ABക്ക് വരെ നമുക്ക് എന്താണ്, PQ ആണ്. സോ PQവിനെ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ നോക്കി, ഓൾറെഡി PQവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യാൻ മതി, അതിനെ XY ലൈൻ വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, സോ PQവിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു XY ലൈൻ വരെ. സോ മീറ്റ് ചെയ്ത പോയിന്റ് ഇതാണ്. സോ ആ പോയിന്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് സ്മോൾ ലെറ്റർ V. സ്മോൾ ലെറ്റർ V. ഇനി അവിടെ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സോ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദെൻ അതിലോട്ട് എന്ത് ചെയ്യുക,
നമ്മുടെ പി ഡാഷ് ക്യൂ ഡാഷിനെ അല്ലേ സ്മോൾ ലെറ്റർ വി അവിടോട്ട് എ ഡാഷ് ബി ഡാഷ് ഇവിടെ പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ പി ഡാഷ് ക്യൂ ഡാഷിനെ ഓൾറെഡി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എക്സ് വൈ ലൈൻ വരെ. സോ അത് ബാക്കിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ എക്സ് വൈ ലൈനിലോട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക. സോ പി ഡാഷ് ക്യൂ ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എക്സ് വൈ ലൈൻ വരെ മീറ്റ് ചെയ്ത് നമ്മൾ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെർട്ടിക്കൽ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ആ വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് വി. നമ്മുടെ ട്രേസസുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഒരു ആൻസറായി, പ്രൊജക്ഷൻ കഴിഞ്ഞു, ട്രേസസ് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻറ്റ് ലെങ്ത് ആൻഡ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ്. അപ്പോൾ അപ്പാരൻറ്റ് ലെങ്തും അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസും നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് അപ്പാരൻറ്റ് ലെങ്തുകൾ മെഷർ ചെയ്യുന്നു. അപ്പാരൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. സോ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്ത് നോക്കുന്നു. സോ പി ഡാഷ് ക്യൂ ഡാഷ് ദറ്റ് ഈസ് അറൗണ്ട് 42 ആണ് വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ആൻസേഴ്സ് എടുത്ത് എഴുതുകയാണ്. പി ഡാഷ് ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 42. ദെൻ പി ക്യൂ apparent length of top view. So top view in the length that is around 52 ആണ് വന്നേക്കുന്നത്. സോ ഓക്കെ, സോ പി ക്യൂ ഈസ് അറൗണ്ട് 52 mm. ദെൻ നമുക്ക് അടുത്ത രണ്ട് ആംഗിൾസ് അപ്പാരൻ്റ് ആംഗിൾസുകളുണ്ട്. പി ഡാഷ് ക്യൂ ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, പി ഡാഷ് ക്യൂ ഡാഷ് ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് നോൺ ആസ് ആൽഫ. അതുപോലെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ പി ക്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് നോൺ ആസ് ബീറ്റ. സോ ആൽഫയും ബീറ്റയും നമുക്ക് മെഷർ ചെയ്ത് തരണം. സോ ആൽഫയും ബീറ്റ നോക്കിയാൽ ആൽഫ ബീറ്റ. സോ ആൽഫയും ബീറ്റയും മെഷർ ചെയ്യാൻ പോകണം. ഫസ്റ്റ് ആൽഫ മെഷർ ചെയ്യുന്നു. അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. So alpha A is around 51 ആണ്. 51 ഫുള്ളി ആക്യുറേറ്റ് അല്ല ഞാൻ ഈ വരച്ചേക്കുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട്. സോ എന്നാലും 51 ആണ് കിട്ടിയത്. സോ ആൽഫ is equal to 51 ഡിഗ്രി. ബീറ്റ മെഷർ ചെയ്യുന്നു. അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ വിത്ത് വി പി, ഇറ്റ് ഈസ് ബീറ്റ. So that is around 56. So beta is around 56 degree. So apparent length apparent inclinations ആയി. Then theta and phi already ഉണ്ട്. സോ അതുകൂടെ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നു. തീറ്റ നമുക്ക് ഗിവൺ വാല്യൂസ് ആയിരുന്നു. തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും ഫൈ എന്ന് പറയുന്നത് എത്രയാണ് 45 ഡിഗ്രിയുമാണ്. സോ നമ്മുടെ ഡേറ്റാസ് എഴുതി. സോ ഇത്രയും ഡേറ്റയാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പാരൻ്റ് ലെങ്ത്, അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ, ദെൻ ട്രേസസ്. സോ ഡേറ്റാസ് വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഗിവൺ ഡേറ്റാസ് ഹൈലൈറ്റ് ചെയ്ത് ഒരു ബോക്സിനകത്ത് കാണിക്കണം. സോ ഒരു ബോക്സിനകത്ത് വരച്ച് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗിവൺ ഡേറ്റാസ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇതിനകത്തിൽ മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഡയമെൻഷൻസ് ഇവിടെ ചെയ്തെങ്കിൽ നമ്മുടെ ഫുൾ വാല്യൂ ആവുള്ളൂ. സോ ഡയമെൻഷൻസിൽ ഓൾറെഡി ആംഗിൾസുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് ട്രൂ ലെങ്തും നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പിയുടെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്താൽ മതി. സോ അത് ഞാൻ മാർക്ക് ചെയ്യാണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 30 mm. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 20 mm. ഇനിയുള്ള നമ്മുടെ ട്രൂ ലെങ്ത് ആണ് 60 mm ട്രൂ ലെങ്ത് ആണ്. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. പി ഡാഷ് ക്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്, പി ക്യൂ എന്ന് പറയുന്നതും ട്രൂ ലെങ്ത് ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂവിൽ കാണിക്കുകയാണ്. സോ Q2 നിന്നൊരു പ്രൊജക്ടർ ലൈൻ വരച്ചു. ദെൻ പോയിന്റ് പിയിൽ നിന്ന് അതുപോലെ തന്നെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കും. തമ്മിൽ കണക്ട് ചെയ്യുക, മീറ്റ് ചെയ്യിപ്പിക്കുക. Mark this value is equal to
60 mm. സോ എല്ലാ ഡയമെൻഷൻസും ആയി നമ്മുടെ ഡേറ്റ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള പ്രൊജക്ഷൻ വരച്ചു, ട്രേസസ് മാർക്ക് ചെയ്തു, ഡേറ്റാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡേറ്റാസുകളും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. സോ എഗെയിൻ നമ്മൾ നമ്മുടെ ബേസ് ഫിഗറിന് സിമിലർ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകെ ചേഞ്ച് വന്നത് ആംഗിൾസുകൾ മാറി. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ആംഗിൾസുകൾ മാറി, പിന്നെ നെയിം മാറി, PQ എന്ന് പറഞ്ഞ ലൈൻ്റെ പേരായി. അപ്പോൾ അതിനനുസരിച്ചുള്ള കാരണം പിന്നെ ഫസ്റ്റ് പ്രോബ്ലത്തിലെ കൂട്ട് നമ്മളിവിടെയും ട്രേസസ് മാർക്ക് ചെയ്തു. ഓക്കെ.